MC റോഡിൽ തിരുമൂലപുരത്ത് വെള്ളക്കെട്ടിറങ്ങിയതോടെ നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റ് തപ്പിയെത്തിയിരിക്കുന്നു കാർ യാത്രക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിലൂടെ ഈ കാർ പോയപ്പോൾ നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റ് തേടിയാണിവർ ഇന്നെത്തിയത്. പ്രളയത്തിന്റെ തിരിശേഷിക്കുന്ന രീതിയിൽ സംസ്ഥാന പാതയുടെ അരികിൽ നിരവധി നമ്പർ പ്ലേറ്റുകളാണ് ഇത്തരത്തിൽ അനാഥമായി കിടക്കുന്നത്. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. MC റോഡിൽ തിരുമൂലപുരത്താണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ MC റോഡിൽ തിരുമൂലപുരത്ത് വലിയ വെള്ളക്കെട്ടായിരുന്നു. വാഹനങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി എന്തായാലും ആ വെള്ളക്കെട്ടിറങ്ങി റോഡിലെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. എന്തായാലും ഈ വലിയ വെള്ളക്കെട്ടിൽ വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാനായത്. വലിയ ഒരു തോതിൽ പോലീസ് ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണം തിരുമൂലപുരത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഹൈവേക്ക് സൈഡിൽ കുറേയധികം നമ്പർ ബോർഡുകൾ ഉൾപ്പെടെ കിടക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കാണിച്ചാണ്. ഇപ്പോൾ ആ നമ്പർ പ്ലേറ്റുകളുടെ എണ്ണമൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. പ്രളയമൊക്കെ മാറിയെങ്കിലും ആ നമ്പർ പ്ലേറ്റുകൾ ഇതുപോലെ ഇവിടെ കിടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ വന്ന് ആ നമ്പർ പ്ലേറ്റ് ഒക്കെ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇനി അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണോ നോക്കുന്നതെന്നാണ് നമുക്കൊരു സംശയമുള്ളത്. ചേട്ടാ, നമ്മുടെ നമ്പർ പ്ലേറ്റ് പോയിരുന്നോ? നമ്പർ പ്ലേറ്റ് പോയി. ഇന്നലെ ഞാൻ ഇവിടെ നമ്മുടെ തിരുവല്ല വരെ പോയതാണ്. പോയ സമയത്ത് എങ്ങനെ പോയി എന്നറിയാം, വെള്ളം ഒരുപാടുണ്ട്. അതിൻ്റെ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ ഓടിച്ചു പോയി. പക്ഷേ തിരിച്ച് വരുന്ന സമയത്താണ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു നമ്പർ പ്ലേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പോയി എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഒന്നും നോക്കാതെ കൊണ്ട് വന്ന കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് വന്ന് ഞാൻ എയർപോർട്ടിന് പോവാണ്. പോകുന്ന വഴിക്ക് നോക്കുക, കിട്ടുവാണെങ്കിൽ എടുത്തിട്ട് പോവാം. ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലേ ഇല്ല. ഇവിടെ തന്നെയാ പോയത് ഉറപ്പാ? അങ്ങനെ ഇവിടെ ഈ രണ്ടിടത്തെ ഉള്ളായിരുന്നു. ഇവിടെ ഉള്ളായിരുന്നു വെള്ളം ഇന്നല്ലേ. വെള്ളം ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് കിടപ്പുണ്ട്. പക്ഷേ എൻ്റേത് ഇതിലില്ല. ചേച്ചി നമ്പർ പ്ലേറ്റ് തപ്പുവാണ്. നിങ്ങൾ ഒരേ കുടുംബം? അതെ കുടുംബം. കിട്ടുവാണെങ്കിൽ ലോട്ടറി ആയിരിക്കും അല്ലേ? പക്ഷെ ഇതുവരെ കണ്ടെത്താൻ പറ്റില്ല. എന്തായാലും തിരുമൂലപുരത്ത് വെള്ളക്കെട്ട് ഇറങ്ങിയെങ്കിലും ആ വെള്ളക്കെട്ടിന്റെ ഒരു ഓർമ്മ സൂചിപ്പിക്കുന്ന രീതിയിൽ ആ പ്രളയത്തിന്റെ ഒരു ബാക്കി ശേഷിപ്പെന്ന രീതിയിൽ ഒരുപാട് നമ്പർ പ്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളുടെ സംസ്ഥാന പാതയാണ്. വിവിധ ജില്ലകളുടെ നമ്പർ പ്ലേറ്റുകൾ ഇവിടെ നമുക്ക് കാണാം. ഒരു കൗതുക കാഴ്ചയാണ്. ഒപ്പം തന്നെ ചില വാഹനങ്ങളുടെ പാർട്സും ഇവിടെ കാണാം. ഈ പ്രളയത്തിൽ ഈ വെള്ളത്തിലൂടെ പോയ സമയത്ത് വീണുപോയതാണ്. അത് ആളുകൾ പെറുക്കിക്കൂട്ടി വെച്ചാണ്. എന്തായാലും ഈ നമ്പർ പ്ലേറ്റുകൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. കുറെ ആളുകൾ ഈ നമ്പർ പ്ലേറ്റ് വന്ന് തിരയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രളയജലമൊക്കെ ഇറങ്ങിയതിന് പിന്നാലെ ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ തിരയുന്ന ആളുകളൊക്കെ തിരുമൂലപുരത്ത് കാണുകയാണ്. എന്തായാലും ഈ പ്രളയത്തിന്റെ വെള്ളം കുറഞ്ഞത് തിരുവല്ലക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇനി വീണ്ടും വെള്ളം ഉയരരുത് എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. എന്തായാലും അധികം വൈകാതെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്നൊരു പ്രതീക്ഷയിലാണ് തിരുവല്ലക്കാരുള്ളത്.